പാഠം 868 ഒരു മാപ്പപേക്ഷ. ഇങ്ങനെയാണോ മുറ്റമടിക്കുന്നത്? ഇങ്ങനെയല്ലേ മുറ്റമടിക്കേണ്ടത്? നീ അടിച്ച് വൃത്തിയാക്കിയ സ്ഥലത്ത് ഇല ബാക്കി കിടക്കുന്നത് കണ്ടോ? ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യാനുള്ള ആഗ്രഹത്തോടെ നമ്മൾ ചെയ്യണം, എങ്കിലേ ചെയ്യുന്ന ജോലി നന്നാവൂ. നീ അങ്ങനെ അല്ലല്ലോ. മുറ്റമടിച്ചില്ലേ എന്ന് ഞാൻ ചോദിക്കുമെന്ന് കരുതി ഒരു പേരിന് വേണ്ടി ഒരു മുറ്റമടി. രാവിലെ വെറുതെ എന്നോട് വഴക്കിന് വരല്ലേ. ഒരു കാര്യം ചെയ്യാനോട്ട് സഹായിക്കുകയില്ല, എന്നിട്ട് ചെയ്യുന്നതിനുള്ള കുറ്റം കണ്ടുപിടിക്കുകയും ചെയ്യും. ഇത് വേണ്ട കഷ്ടം തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞാണോ കുഴപ്പം? ഇവിടെ നീ മുറ്റമടിച്ചാണല്ലോ. അതെ. പിന്നെ എങ്ങനെയാണ് ഈ ഇലകൾ വീണത്? മോഹനേട്ടൻ എപ്പോഴും പറയാറില്ല ഈ ഭൂഗുരുത്വത്തെ പറ്റി. മരത്തുനിന്ന് വീഴുന്ന ഇല കൃത്യമായി താഴേക്ക് തന്നെ വരുമെന്നുള്ളതാണ് ശാസ്ത്രം. ഞാൻ ഇവിടെ അടിച്ചതിന് ശേഷം പിന്നെ ഒരൊറ്റ ഇല പോലും വീഴരുത് എന്നെനിക്ക് പറയാൻ പറ്റുമോ? എന്റെ സൗകര്യത്തിനായിരുന്നു ഇല വീഴുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. ദേ, ഞാൻ മുറ്റം അടിച്ചതിന് ശേഷം ഒരൊറ്റ ഇല പോലും ഇവിടെ വീഴാൻ പറ്റില്ല. ഇനി അതോ വീഴണമെങ്കിൽ തന്നെ നിനക്കൊരു തെറ്റ് പറ്റിയത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അന്തസ്സുണ്ടായിരുന്നു. നീ എന്താ ചെയ്യേണ്ടിരുന്നത്? മോഹനേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, ഇനി ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറയണമായിരുന്നു. പക്ഷേ പറ്റിയ തെറ്റ് സമ്മതിക്കുന്ന സ്വഭാവം നിനക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ എന്നെ കളിയാക്കുന്നു. ഞാൻ കളിയാക്കിയതല്ല, കാര്യം പറഞ്ഞതാ. ഈ ഇല ഇവിടെ വീണതാണ് പ്രശ്നമെങ്കിൽ അതെന്റെ കുറ്റമല്ല. ഭൂഗുരുത്വം ഉണ്ടാക്കിയത് ഞാനല്ല. ഒന്നെങ്കിൽ ഭൂമിയെ കുറ്റം പറഞ്ഞോളണം, അല്ലെങ്കിൽ ദൈവത്തെ കുറ്റം പറഞ്ഞ. എന്നാലും വൃത്തിയായി മുറ്റം അടിക്കാൻ നിനക്ക് വയ്യ. എനിക്ക് സൗകര്യമില്ല. കാര്യം പറഞ്ഞ ആരെങ്കിലും കേട്ടാൽ എങ്ങനെ മുറ്റമടിക്കാതിരിക്കാമെന്ന് നീ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കയറി ഒരു അഭിപ്രായം പറഞ്ഞു പോയത്. അതൊരടവാക്കി നീ മുറ്റമടിക്കലൊക്കെ നിർത്തി. അയ്യോടാ, ഇത്രയും കാലമായിട്ട് മോഹനേട്ടനാണല്ലോ ഇന്ന് മുറ്റം അടിച്ചോണ്ടിരുന്നത്. ഇന്ന് ആദ്യമായിട്ടാണല്ലോ ഞാൻ ആ പണിയൊന്ന് ചെയ്യാൻ നോക്കുന്നത്. മോഹനേട്ടൊരു അസുഖമുണ്ട്. മോഹനേട്ടൻ ചെയ്യുന്ന മാത്രമാണ് ശരിയെന്ന് തോന്നുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അസുഖം. ആ അസുഖം ഞാൻ വിചാരിച്ചാൽ മാറാൻ പോകുന്നില്ല. പോയിട്ട് നല്ലൊരു ഡോക്ടറെ കാണാൻ നോക്ക്. ഓ, എനിക്ക് വട്ടാണ് എന്നാണ് നീ പറഞ്ഞതിന്റെ അർത്ഥം. സത്യവും ന്യായവും പറയുന്നവരെ ഭ്രാന്തന്മാരെന്ന് വിളിക്കുന്നത് പുതിയൊരു സംഭവമല്ല. പക്ഷേ നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സത്യം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മോഹനേട്ടൻ വിളിച്ചു പറയുന്ന സത്യമാണെന്ന് മോഹനേട്ടൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ മോഹനേട്ടാ. ഈ നാട്ടുകാര് മുഴുവനും മോഹനേട്ടനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കുറ്റം പറയാനും വഴക്കുണ്ടാക്കാനുമായിട്ട് നടക്കുന്ന ആളാണ് മോഹനേട്ടൻ. ഒരു ദിവസം രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി വൈകുന്നേരം തിരിച്ചു വരുന്നതിന് മുന്നേ മിനിമം ഒരു 15 പേരോടെങ്കിലും മോഹനേട്ടൻ വഴക്കുണ്ടാക്കിയിരിക്കും. സത്യം പറഞ്ഞ മോഹനേട്ടനെ പറ്റി ആളുകൾ ഈ പരാതി പറഞ്ഞ് കേട്ടിട്ട് ഞാൻ മടുത്തു. എന്നെ പറ്റി ഒരാളും ഒരു പരാതി പറയില്ല. സത്യസന്ധനും മാന്യനുമായ ഒരു വില്ലേജ് ഓഫീസറാണ് ഞാൻ. എന്നെ പറ്റി ആര് എന്ത് പരാതി പറയാനാ? കഴിഞ്ഞ ആഴ്ച പോക്കുവരവൻ അപേക്ഷയുമായിട്ട് വന്ന് തങ്കപ്പച്ചേട്ടന്റെ അടുത്ത് മോഹനേട്ടൻ ആഫീസ് വെച്ച് തട്ടിക്കറിയില്ലേ? അയ്യോ, ഞാനും ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്. ആ പാവം തങ്കപ്പച്ചേട്ടൻ എന്റെ അടുത്ത് പറയുക, മുന്നാധാരത്തിന്റെ പകർപ്പില്ല എന്ന് പറഞ്ഞ സാറ് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ അടുത്ത് ചൂടായിരുന്നു. ചൂടായല്ല, മുന്നാധാരത്തിന്റെ പകർപ്പില്ലാതെ പോക്കുവരവ് ചെയ്തുകൂടെ എന്ന് തങ്കപ്പച്ചേട്ടൻ ചോദിച്ചതുകൊണ്ടാ. ഒരാളോട് ദേഷ്യപ്പെടേണ്ടി വന്നെങ്കിൽ തന്നെ അതിങ്ങനെ പരസ്യമായിട്ട് വേണമായിരുന്നു മോനേട്ടാ. അയാളോട് പറയാനുള്ളത് അയാളോട് മാത്രമായിട്ട് പറയണമായിരുന്നു. അല്ലാതെ വില്ലേജ് ഓഫീസിൽ ഓരോരോ കാര്യങ്ങൾക്ക് വരുന്ന ആളുകളുടെ മുന്നിൽ വെച്ചല്ലായിരുന്നു അത് പറയേണ്ടത്. ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയാമോ? അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്നവരാരും ഇനി മുന്നാധാരത്തിന്റെ പകർപ്പില്ലാതെ പോക്കുവരവനായിട്ട് വില്ലേജ് ഓഫീസിൽ കയറി വരില്ല. ഭാമേ, അറിവും ലോകവിവരവുമുള്ള എന്നെ പോലുള്ളവർ അറിവില്ലാത്തവരുടെ ചിലപ്പോൾ കുറഞ്ഞിരിക്കും. എന്തിനാണത്? അവർ കാര്യങ്ങൾ മനസ്സിലാക്കി നന്നാകാൻ വേണ്ടി. ആളുകളുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളത് മോഹനേട്ടന്റെ ജോലിയാണോ? മോഹനേട്ടൻ വില്ലേജ് ഓഫീസർ അല്ലേ? ഞാൻ ഒരു വില്ലേജ് ഓഫീസർ മാത്രമല്ല, ഒരു സാമൂഹ്യ ജീവി കൂടിയാണ്. ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലുള്ള മറ്റാളുകളും
മാന്യമായും അന്തസ്സായും ജീവിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് ചെയ്തിരിക്കും. ഓ ഓഹോ. നമസ്കാരം സർ. നമസ്കാരം. എന്താ സുശീല? എന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം. സുശീലിന് എപ്പോഴാ വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടത് എന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ മതി. അത് ഞാൻ പറഞ്ഞാണല്ലോ. പക്ഷേ സാറ് പറഞ്ഞതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടിയ അതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. മാസ വരുമാനം 4000 താഴെ ആണെങ്കിലേ എനിക്ക് ആ സൗജന്യം കിട്ടുള്ളൂ. ഒരു 3500 രൂപ എഴുതി തന്നാൽ. ഞാൻ സുശീലിന്റെ വരുമാനത്തെ പറ്റി കൃത്യമായി അന്വേഷിച്ചു. സുശീലിന് ഒരു മാസം 20,000 രൂപ വരുമാനമുണ്ട്. മാസം 20,000 രൂപ വരുമാനമുള്ള ഒരാൾക്ക് 3500 രൂപയെ വരുമാനമുള്ളൂ എന്ന് ഞാൻ എങ്ങനെ എഴുതരും? സാറ് വിചാരിച്ചാൽ എഴുതാവുന്നതേ ഉള്ളൂ. അതെ, ഞാൻ വിചാരിച്ചാൽ എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ വിചാരിക്കില്ല. സുശീലിനെ പോലുള്ളവർ പറയുന്നത് കേട്ട് അതുപോലെ സർട്ടിഫിക്കറ്റ് എഴുതി തരാനല്ല സർക്കാർ കെ മോഹനകൃഷ്ണൻ സാറിന് മാസാമാസം ശമ്പളം എണ്ണി തരുന്നത്. അല്ല, അത് പിന്നെ ഞാൻ അന്വേഷിച്ച് എനിക്ക് ബോധ്യപ്പെടുന്നത് പോലെ കാര്യങ്ങൾ നടക്കൂ. സാറേ, ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. സാർ ഒന്ന് സഹായിക്കണം. ഓഹോ, എനിക്ക് കൈക്കൂലി തരാമെന്നല്ലേ? സത്യസന്ധനായ വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണന് കൈക്കൂലി എന്ന് കാര്യം സാധിക്കാമെന്ന് പറഞ്ഞ് വന്നിരിക്കണല്ലേ? സുശീലൻ ഇപ്പോ എന്നോട് പറഞ്ഞ ഈ ഒരൊറ്റ വാചകം മതി സുശീലൻ അകത്തു. കൈക്കൂലി കൊടുക്കുന്നത് മാത്രമല്ല, കൊടുക്കാം എന്ന് പറയുന്നത് കുറ്റകരമാണ്. മിണ്ടരുത്. ഇനി ഒരു മിനിറ്റ് കൂടി ഇവിടെ നിന്നാൽ എന്റെ മറ്റൊരു മുഖം സുശീലൻ കാണേണ്ടി വരും. അതിനിടയാക്കാൻ സുശീല സ്ഥലമിട്. ഇവിടെ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് കൈക്കൂലി തരാമെന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച ഈ സുശീലിനെ എന്താ ചെയ്യേണ്ടത്? അയ്യോ, കൈക്കൂലി തരാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതില്ലേ? ഇല്ല. എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് സുശീലൻ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞ കൈക്കൂലി തരാന്നാണോ? ഞാൻ പറഞ്ഞത് എന്റെ വരുമാനം തെളിയിക്കാൻ എന്ത് രേഖ വേണമെങ്കിലും ഹാജരാക്കുന്ന. സാറിന് നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരല്ലോ. രേഖാമൂലം എനിക്ക് എത്ര വരുമാനം ഉണ്ടെന്ന് തെളിയിക്കണ്ടേ? ഓഹോ, അപ്പൊ എന്നെ ചട്ടം പിടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സുശീലൻ. അങ്ങനെ പിന്നെ അതിന് നടക്കട്ടെ. സുശീലൻ എന്റെ കയ്യിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് എനിക്കൊന്ന് കാണണം. സാറേ, ഞാനൊന്ന് പറയട്ടെ. ഒന്നും പറയണ. സുശീലിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആഫീസിൽ വന്നാ മതി. ഇത് എന്റെ വീടാ. സുശീലിന് ഇപ്പൊ ചെല്ലേ ആഫീസിൽ ചെന്നാ മതി എന്ന് മോഹനന്റെ പറഞ്ഞല്ലോ. അഹങ്കാരി. നോക്കുന്നുണ്ടല്ലേ, 1 കോടി രൂപ മുടക്കി ഒരു പുതിയ വലിയ വീട് വെച്ചു. 15 ലക്ഷം രൂപയുടെ ഒരു കാറും. എന്നിട്ട് മാസ വരുമാനം 3500 രൂപയെന്ന് ഞാൻ എഴുതി കൊടുക്കണമെന്ന്. 3500 രൂപ മാസ വരുമാനമുള്ള ഒരാൾക്ക് 1 കോടി രൂപയുടെ ഒരു വീട് വെക്കണമെങ്കിൽ 250 വർഷത്തെ പൈസ വേണ്ടി വരും. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ കുഴപ്പം ഇതൊന്നുമല്ല, മോഹനേട്ടന്റെ ദേഷ്യമാണ്. സുശീലിന്റെ അടുത്ത് സാവകാശം കാര്യം പറഞ്ഞൊന്ന് മനസ്സിലാക്കിയ പോരായിരുന്നു. ഇനിയിപ്പോ സുശീലൻ പുറത്തിറങ്ങി പറയാമോന്ന് എന്തായിരിക്കും അറിയോ? മോഹനകൃഷ്ണൻ സാർ ചീത്ത വിളിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവന്ന്. അങ്ങനെ ഒരാളെ നാട്ടിൽ വിശ്വസിക്കുന്നില്ല. നാട്ടുകാർക്കെല്ലാം കെ മോഹനകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനമാണ്. അതെ, സുശീലിന്റെ അടുത്ത് മെക്കിട്ട് കയറുള്ള എന്നോട് വഴക്കുണ്ടാക്കാൻ നിൽക്കല്ലേ. ഹലോ, അതെ. എന്താ വിശുപരി ചേട്ടാ, പുതിയ കേസ് വല്ലതുണ്ടോ? അല്ല, സാധാരണ വിശുപരി ചേട്ടൻ വിളിക്കുന്നത് എന്തെങ്കിലും കേസ് വരുമ്പോഴാണല്ലോ. ഇല്ല, അറിഞ്ഞില്ല. എന്ന്? എന്നിട്ട് മോനോട് ഉണ്ട്. ഇല്ല, എന്നോട് പറഞ്ഞില്ല. അത് ശരി. എന്നിട്ട് എന്താ ഉണ്ടായെന്ന് പറഞ്ഞില്ലല്ലോ. ഏയ്, ഇത്തരം കാര്യങ്ങൾ മോനോട്ടിനോട് പറയാറില്ല. എന്നിട്ട്
ഓ ശരി, എന്തായാലും വിശമനേട്ടൻ വിളിച്ചു പറഞ്ഞത് നന്നായി. ഇങ്ങനെ നോക്കുന്നത് നാട്ടുകാര് മുഴുവനും ബഹുമാനിക്കുന്ന സത്യസന്ധനും മാന്യനുമായ വില്ലേജ് ഓഫീസർ. ആളുകൾക്ക് വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനാണ്. എന്നിട്ടാണോ ആ ലോനപ്പൻ ഇന്നലെ മോഹനേട്ടനെ ചീത്ത വിളിച്ചത്? ഇല്ല എന്ന് പറയാൻ നോക്കട്ടെ. ലോനപ്പൻ മോഹനേട്ടനെ ചീത്ത വിളിക്കുന്ന നാട്ടുകാരെ പലരും കണ്ടിട്ടുണ്ട്. കുന്നുംപുറത്തെ വിശുഭരചേട്ടനെ ഇപ്പൊ എന്നെ വിളിച്ചത്. വിശുഭരചേട്ടനൊക്കെ കാണുക കേൾക്കുകയും ചെയ്തെന്ന്. ഇനി ന്യായം ഒന്നും പറയാൻ നിൽക്കണ്ട. വീട്ടിൽ വെച്ച് എന്റെ മെക്കിട്ട് കയറുമ്പോ ഞാനത് സഹിക്കുന്ന പോലെ നാട്ടുകാർക്ക് മോഹനേട്ടനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മൂക്കറ്റ കുടിച്ചടക്കുന്ന ആ ലോനപ്പന്റെ വാലിരിക്കുന്ന മുഴുവൻ കേട്ട് നാണം കഴിയേണ്ടി വന്നില്ലേ ഇപ്പോ? ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ എങ്ങനെ ഇനി പുറത്തിറങ്ങി നടക്കാം മോനേട്ടാ? ഇത് കുറച്ച് കഷ്ടം തന്നെയാണേ. ലോനപ്പനല്ലേ അത്? സാറോ നമസ്കാരം സാർ. ലോനപ്പൻ ഈ കാണിക്കുന്ന മര്യാദയല്ല. എന്താ സാറേ? റോഡരികിൽ ഇരുന്ന് മദ്യപിക്കുന്ന നിയമപ്രകാരം തെറ്റാണ്. അത് മാത്രമല്ല, ഇങ്ങനെ പരസ്യമായി മദ്യപിച്ചാൽ അതിന്റെ നാണക്കേട് ലോനപ്പൻ തന്നെയല്ലേ? കൊള്ളാം സാറ് എന്നെ അത് പറയണം. സാറൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? അതെ. സർക്കാർ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ. അതായത് സർക്കാർ കാണിക്കുന്ന തെണ്ടിത്തരത്തിന് സമാധാനം പറയുന്ന ആൾ. സർക്കാരിനെ പറ്റി അനാവശ്യം പറയരുത്. അയ്യോ, ഞാൻ അനാവശ്യമൊന്നും പറയുന്നില്ലേ. മാനമര്യാദയ്ക്ക് ബാറിൽ പോയി 4 അടിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നതാ ഞാൻ. സർക്കാർ ബാറും പൂട്ടി. അപ്പൊ പിന്നെ ബ്രാൻഡി കടയിൽ പോവുകയല്ലേ വഴിയുള്ളൂ. ബ്രാൻഡി കടയിൽ പോയി കാശ് കൊടുത്ത് ഈ സാധനം വാങ്ങിച്ച് എവിടെ പോയിരുന്ന് അടിക്കും? ഇതുമായി വീട്ടിൽ ചെന്ന് കെട്ടിയുള്ള ചൂലെടുത്തടിക്കും. അപ്പോ പിന്നെ എവിടെയെങ്കിലും പോയിരുന്ന് അടിക്കണമല്ലോ. ഇവിടെയാവുമ്പോ സുഖം. കാറ്റെ കൊണ്ട് പാട്ട് പാടിരുന്ന് കുളിക്കാമല്ലോ. പക്ഷേ ഇത് നിയമപര തെറ്റാണ് ലോനപ്പാ. ഇനി ഇത് ആവർത്തിച്ച ഞാൻ പോലീസ് പരാതി കൊടുക്കും. ഓ, എന്നാ പിന്നെ സാറൊന്ന് പരാതിപ്പെടും. സാറാണല്ലോ സ്ഥലത്തെ പ്രധാന ദിവ്യൻ. കള്ളു കുടിക്കാത്ത, കൈക്കൂലി വാങ്ങാത്ത സത്യസന്ധനായ വില്ലേജ് ഓഫീസർ. ഓ, സാറ് സത്യസന്ധനാകുന്നത് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ എന്റെ കാര്യത്തിൽ ഇടപെടാമെന്ന സാർ വിവരം അറിയും. അല്ല, താൻ ആരാണെന്നാ കരുതിയിരിക്കുന്നത്? ഉപദേശിയോ? കയ്യിൽ പൂർണ്ണ കാശുണ്ടായിരുന്നിട്ടും അതിൽ 1 രൂപ പോലും ചെലവാക്കാതെ, ഒരു ചായ പോലും കുടിക്കാതെ ഇങ്ങനെ പിശുക്കി പിശുക്കി ജീവിച്ചിട്ട് എന്തിനാണോ വില്ലേജ് ഓഫീസറെ? മനുഷ്യനെ പോലെ ജീവിക്കാൻ നോക്ക്. താനൊക്കെ ഇങ്ങനെ മാന്യനായി ജീവിച്ചിട്ട് ജീവിതമേ നായനക്കി പോവും. മിണ്ടരുത്. തന്നെ പോലെ ഒരാളുടെ ഉപദേശം ലോനപ്പന് ആവശ്യമില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇനിമേൽ ലോനപ്പന്നെ മെക്കിട്ട് കയറാൻ വന്നാൽ തന്റെ പൊടി പോലും കാണില്ല. കേട്ടോ വില്ലേജ് ഓഫീസറെ? സ്ഥലം ഇടാൻ നോക്ക്. അർത്ഥ കൈക്ക് ഉപ്പ് തയ്ക്കാൻ വയ്യാത്ത ഒരു സത്യസന്ധത ആരുടെ ഇവിടെ? പക്ഷെ വിശ്വമ്മനെ അവിടെ നിന്ന് കണ്ടല്ലോ. ഒക്കെ ഒളിച്ചെന്ന് കണ്ടാവും. ദുഷ്ട വിശ്വമ്മനെ വെച്ചിട്ടുണ്ട്.
ഈ വിശംബരം പറഞ്ഞ മുഴുവൻ നീ വിശ്വസിക്കുന്നു വേണ്ട. ഞാനും ലോനപ്പനും തമ്മിൽ വഴിയിൽ വെച്ചൊരു സംസാരം ഉണ്ടായെന്നുള്ളത് ശരിയാ. പക്ഷേ ഒരു പക്ഷിയില്ല മോനട്ടാ. കള്ളു കുടിച്ച് നടക്കുന്നവർ അവരുടെ പാട് നോക്കി പോട്ടെന്ന് വിചാരിക്കേണ്ട കാര്യമില്ലേ മോഹനേട്ടൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മോഹനേട്ടൻ എന്താ ചെയ്തത്? ആളാവാൻ വേണ്ടി അത് കയറി അങ്ങ് ഇടപെട്ടു. എന്നിട്ട് ഇപ്പൊ തൃപ്തിയായല്ലോ. കണ്ടതൊന്ന് വിശംബരചേട്ടൻ മാത്രമാണെന്ന് ആർക്കറിയാം. കണ്ടവരെ ഇനി അത് നാട് മുഴുവൻ പറഞ്ഞ് പാട്ടാക്കും. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലും പുഷ്കരന്റെ ബേക്കറിയിലും മാതാൻകുട്ടിയുടെ പലചരക്കടയിലും എല്ലാം ഇന്ന് ഇതായിരിക്കും ചർച്ച. മോഹനേട്ടൻ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നാണക്കേട് ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ എന്റെ കാര്യം അങ്ങനെ അല്ല. മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. സാറേ, ആ ഉത്തമൻ വന്നിട്ടുണ്ട്. ചെന്ന് ഉത്തമന്റെ അടുത്തോട്ട് മെക്കിട്ട് കയറ. ഞാൻ അതിന്റെ ഉറവണേ ബാക്കിയുള്ളൂ. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം സാറേ, ബാലേന്ദ്ര സാറിന്റെ സ്ഥലം അളക്കാൻ ചെല്ലാന്ന് പറഞ്ഞത് ഇന്നാണ്. രാവിലെയാണോ വൈകിട്ടാണോ സാറിന് സൗകര്യം ഒന്ന് ചോദിച്ചു. രാവിലെ എന്തായാലും സമയമില്ല. ഓ. വൈകിട്ട് 5 മണിക്ക് ആഫീസിൽ ഇറങ്ങിയിട്ട് അതുവഴി വരാമെന്ന് പറഞ്ഞാലും മതി. ഓ ശരി സാറേ. അപ്പൊ സാറേ, ഒരു 5:15 സാർ വരുമെന്ന് പറഞ്ഞേക്കാം അല്ലേ? 5:15 ആവില്ല. ആ. ആഫീസിൽ നിന്ന് ബാലേന്ദ്രന്റെ വീട്ടിലേക്കുള്ള ദൂരം 3/4 കിലോമീറ്റർ. ഉം. അത്രയും ദൂരം നടക്കാൻ എനിക്ക് 8 മിനിറ്റ്സ് മതിയാവും. ഞാൻ കൃത്യം 5:08 ആകുമ്പോൾ അവിടെ എത്തിയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ വണ്ടി അയക്കാന്ന് ബാലേന്ദ്ര സാർ പറഞ്ഞു. എന്നിട്ട് ഉത്തമൻ എന്ത് പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞില്ല സാറേ. ഇതാണ് ഉത്തമനെ പോലുള്ളവർക്ക് ബുദ്ധിയില്ല എന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഇതുവരെ ആരുടെയെങ്കിലും സ്ഥലം ഇളക്കാനായിട്ട് അവരുടെ വണ്ടിയിൽ കയറി പോകുന്നത് ഉത്തമൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ ഓട്ടോറിക്ഷയിലോ കാറിലോ പോകുന്നത് ഉത്തമൻ കണ്ടിട്ടുണ്ടോ? അതുമില്ല. അപ്പൊ പിന്നെ വണ്ടിയുടെ കാര്യം ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ തന്നെ അയ്യോ സാറോ അങ്ങനെ ചെയ്യോ? അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങളോട് അദ്ദേഹത്തിന് എതിർപ്പാണ് എന്നല്ലേ ഉത്തമൻ പറയേണ്ടിരുന്നത്? ആയിരുന്നില്ലേ? അല്ലതിപ്പോ സാറിന്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാ. എന്നെ പറ്റിയും എന്റെ സ്വഭാവത്തെ പറ്റിയും ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാലോ. അതുകൊണ്ട് തന്നെയാണ് അവരെന്നെ ബഹുമാനിക്കുന്നത് എന്നും ഉത്തമൻ അറിയാം. ഈ ലോനത്തെ ബഹുമാനിച്ച പോലെയാണോ? നിന്നോട് ചോദിച്ചില്ല. ഏത് ലോനപ്പന്റെ കാര്യം? പുത്തമ്പൂരിലെ ലോനപ്പലല്ലേ? ആ ഇന്നലെ വഴിയെ കള്ളു കുടിച്ചിടുന്ന ലോനപ്പനെ മോഹനേട്ടൻ ചെറുതായിട്ടൊന്ന് ഉപദേശിക്കാൻ ചെന്നു. സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ അത്? എന്തായാലും മോഹനേട്ടൻ കിട്ടാനുള്ളത് കിട്ടി. ലോനപ്പ കണ്ണുപൊട്ടുന്ന ചീത്ത വിളിച്ചില്ലേ? ഞാൻ കേൾക്കുന്നത് എന്തിനാണ്? കേട്ട നാട്ടുകാരെന്നെ വിളിച്ചു പറഞ്ഞല്ലോ. എന്തായാലും സംഗതി ഇപ്പൊ നാട്ടിൽ പാട്ടായിട്ടുണ്ടാവും. ഇതിനൊക്കെ വല്ല കാര്യമുള്ളതാണോ? എന്താണ് സംഭവം? ഞാൻ അറിഞ്ഞില്ല. ഈ നാട്ടുകാരെ മൊത്തത്തിൽ ഉപദേശിക്കുക എന്നുള്ളതാണല്ലോ വലിയ ഓഫീസറുടെ ജോലി. എല്ലാരും ഉപദേശിക്കുന്ന പോലെ ലോനപ്പനെ ഉപദേശിക്കാൻ പോയി എങ്ങനെ ഉണ്ടാവും? അത് ശരി തന്നെയാണ്. എന്തായാലും എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. വില്ലേജ് ഓഫീസറാണല്ലോ, ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ എന്നൊക്കെ ഓർത്ത് നാട്ടുകാരത്തങ്ങ് സഹിക്കും. പക്ഷെ കുടിച്ച് ബോധമില്ലാതെ നടക്കുന്ന ലോനപ്പൻ എന്ത് നോക്കാനാ? അയാള് വായിത്തൊന്നല്ല വിളിച്ചു പറഞ്ഞു. അവൻ പറയും വക്കീല്, അവനാണെങ്കിൽ മുകളിൽ ഭൂമി താഴെ ആകാശം. അങ്ങനെയല്ലല്ലോ, മുകളിൽ ആകാശം താഴെ ഭൂമി. മുകളിൽ ആകാശം താഴെ ഭൂമി. എനിക്കാണെങ്കിൽ ഈ ആവേശം മൂത്തപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, സംഗതി ഉള്ളത് തന്നെയാണ് സാറേ. ലോനപ്പ സാറിന് ചീത്ത വിളിച്ചാ എന്താ അത് പറയുമ്പോ ഉത്തമന്റെ മുഖത്തൊരു സന്തോഷം. ബാലചന്ദ്രന്റെ സ്ഥലമളക്കുന്ന കാര്യം ഉത്തമന് മാത്രം സന്തോഷമുള്ളൊരു കാര്യമാണ്. സ്ഥലമളക്കാൻ ഞാൻ വന്നില്ല എന്ന് കരുതി ഉത്തമൻ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ സാറേ, അങ്ങനെ പറയരുത്. ഇന്ന് തന്നെ ഞാൻ സാറിനെ കൊണ്ടുവല്ലാന്ന് ബാലേന്ദ്ര സാറിന്റെ അടുത്ത് വാക്ക് പറഞ്ഞു പോയി. ഈ കാര്യം നടത്തി കൊടുത്താലേ ഇനി എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ വരുമ്പോ ബാലേന്ദ്ര സാർ എന്നെ വിളിക്കൂ. അതായത് ഞാൻ വന്ന് ബാലചന്ദ്രന്റെ സ്ഥലം അളക്കുന്നത് കൊണ്ട് ഉത്തമന് പ്രയോജനമുണ്ട്. ഉണ്ട് സാറേ. എങ്കിൽ അതിന്റെ പ്രത്യുപകാരം ഉത്തമൻ എനിക്ക് ചെയ്യേണ്ടതാണല്ലോ. ഞാൻ എന്താണ് വേണ്ട സാർ പറഞ്ഞാൽ മതി. ആ ലോനപ്പനെ കണ്ടുപിടിക്കണം. എന്നിട്ട് ഇന്നലെ എന്നോട് കാണിച്ചത് ശരിയായില്ല എന്ന് അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അയ്യോ, അതെങ്ങനെ? അത് എങ്ങനെയാണ് എന്നൊക്കെ ഉത്തമൻ തീരുമാനിച്ചാലും മതി. ഇന്നലെ എന്നോട് അങ്ങനെ പെരുമാറിയ തെറ്റായി പോയി എന്ന് ലോനപ്പൻ ഇവിടെ വന്ന് എന്നോട് പറയണം. അതും ഭാമയുടെ മുന്നിൽ വെച്ച് തന്നെ. അതോടെ ഭാമയുടെ അഹങ്കാരം തീർന്നോളൂ. അവളുടെ മുന്നിൽ വെച്ച് ലോനപ്പൻ എന്നോട് മാപ്പ് ചോദിച്ചാൽ പിന്നെ
ഭാമയുടെ പൊടി പോലും കാണില്ല. സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ ആള് ലോനപ്പനായതുകൊണ്ടാണ് ഒരു സംശയം. അവൻ ഫുൾ ടൈം വെള്ളമല്ലേ സാറേ? വെള്ളമടിക്കാതെ നേരം നോക്കി ഉത്തമൻ അവനെ ഇവിടെ കൊണ്ടുവന്ന് ഭാമയുടെ മുന്നിൽ വെച്ച് മാപ്പ് പറയിപ്പിക്കണം. അവനെ കണ്ട് കിട്ടിയ സംഗതി ഞാൻ ഏറ്റു സാറേ, പക്ഷെ ആളെ കണ്ടുപിടിക്കാനാണ് പാട്. അത് ശരി. ബാലേന്ദ്ര സ്ഥലമൊക്കെ അതിനേക്കാൾ പാടാം. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ. ബാലേന്ദ്ര സാറിന്റെ അടുത്ത് ഞാൻ വാക്ക് പറഞ്ഞു പോയി. അപ്പോ ലോനപ്പന്റെ കാര്യം എങ്ങനെയാ? അത് ഞാൻ ഏറ്റ്. സാർ അത് എനിക്ക് വിട്ടേരെ. ഉറപ്പാണല്ലോ? ഉത്തമൻ ഒരു കാര്യം ഏറ്റ് കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും. സാർ ധൈര്യമായിട്ടിരുന്നു. ശരി സാറേ. ഓ, ഹലോ. ആ അതെ, ഉത്തമനാണ്. അയ്യോ മത്തായി സാറേ, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂറിൽ ഞാൻ സാറിന്റെ വീട്ടിലെത്തും. ഓ അതൊക്കെ ഞാൻ ഏറ്റു. ശരി 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 ശരി. ആ ആ ലോനപ്പനല്ലേ ആ വരുന്നത്? തേടി വള്ളി കാലി ചുറ്റി. ഓ, എന്തൊക്കെയുണ്ടേ ലോനപ്പ വിശേഷങ്ങളെ? എനിക്കെന്തൊരു വിശേഷം, അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. രാവിലെ സ്മോളൊന്നും അടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. എന്തു പറ്റി? 2 കഴിച്ചു. ഇന്നലത്തെ ബാക്കി ഇരുന്നതാ. ഇനിയിപ്പോ 10 മണിക്ക് ബ്രാൻഡി കട തുറക്കാതെ എവിടെ നിന്ന് കിട്ടാനാ? മണി 9 കഴിഞ്ഞല്ലേ ഉള്ളൂ. എന്തായാലും നിന്നെ ഇപ്പൊ കണ്ടത് നന്നായി. ബ്രാൻഡി കട തുറക്കുന്നതിന് മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. ഇന്നലെ നീ മോനേഴ് സാറിന് ചീത്ത പറഞ്ഞല്ലേ? മോനിഷ സാറിനെയോ? ആ, നീ അടിച്ച് ഫിറ്റായി വഴി കിടന്നപ്പോ നിന്നെ ഒന്ന് ഉപദേശിക്കാൻ വന്നു എന്നുള്ള ഒരു ഒറ്റ തെറ്റേ മോനേഴ് സാറ് ചെയ്തുള്ളൂ അല്ലേ? പക്ഷേ നീ എന്തൊക്കെ വൃത്തിയാണ് കാണിച്ചത്? മോനേഴ് സാറിനെ നീ ചീത്ത വിളിച്ച് കണ്ണു പൊട്ടിച്ചു കളഞ്ഞില്ലേ? അയ്യോത്തമ്മ, സത്യമായിട്ട് ഞാനത് ഓർക്കുന്നില്ല. ഇന്നലെ ഞാൻ ഇച്ചിരി ഫിറ്റായിരുന്നു. എന്നാണ് നീ ഫിറ്റ് അല്ലാത്തത്? എടാ, എന്തായാലും മോനേഴ് സാറിനെ പോലൊരു മാന്യനെ നീ ചീത്ത വിളിച്ചത് ശരിയായില്ല. സത്യമായിട്ടും അറിഞ്ഞോണ്ട് ചെയ്തല്ലോ ഉത്തമ, നീ വിശ്വസിക്കണം. എടാ, ഞാൻ വിശ്വസിച്ചിട്ട് എന്താ കാര്യമെന്നേ? വിശ്വസിക്കേണ്ട സാറിന്റെ ഭാര്യയാണ്. വക്കീലോ? ആ, സാറിനെ നീ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞോണ്ട് സാറിന്റെ ഭാര്യ സാറിനെ ഒരുപാട് കളിയാക്കി. എടേ, ഒരു നല്ല കാര്യം ചെയ്ത മനുഷ്യൻ ഇങ്ങനത്തെ ഒരു ഗതികേട് വരുന്നത് ശരിയാണ്? അറിഞ്ഞോണ്ട് പറഞ്ഞതല്ലെങ്കിലും ഇതിന്റെ കാരണക്കാരൻ നീയാണ്. നീ ഉണ്ടാക്കിയ പ്രശ്നം നീ ആയിട്ട് തന്നെ തീർക്കണം. അതല്ലേടേ അതിന്റെ ഒരു മര്യാദ. ഞാൻ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു തരുന്നത് പോലെ അങ്ങ് ചെയ്താ പ്രശ്നം തീരും. പറ്റൂ? ഉത്തമൻ പറഞ്ഞാൽ ഞാൻ എന്തുവേണം ചെയ്യാം. ശരി, അപ്പോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. നീ ഇപ്പൊ നേരെ മോഹനയുടെ സാറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഹലോ. ആ സാറേ, ഞാനാണേ. ആ, എന്തായി ഉത്തമ? സാറേ, തേടിയ വള്ളി കാലി ചുറ്റി. എപ്പോ? ഇപ്പോ ഞാൻ ലോനപ്പനെ കണ്ടു സാറേ. ഇന്നലെ കുടിച്ചു ബോധമില്ലാതെ അവൻ അബദ്ധം പറ്റിയതാണ്. സാറിന് ചീത്ത വിളിച്ച കാര്യം അവന് ഓർക്കുന്നോലുമില്ല. ഞാൻ അവനൊരു ക്ലാസ് കൊടുത്ത് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവൻ വന്ന് വിളിക്കുമ്പോ സാർ എന്തെങ്കിലും തിരക്ക് പറഞ്ഞൊഴിഞ്ഞു മാറണം. അപ്പൊ വക്കീൽ ഇറങ്ങി ചെല്ലും. വക്കീൽ ഇറങ്ങി ചെല്ലുമ്പോ ലോനപ്പ വക്കീലിന്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കും. അതോടെ വക്കീലിന്റെ മുമ്പിൽ സാർ സ്റ്റാർ ആവുകയും ചെയ്യും. ഇപ്പൊ വരും. ബ്രാൻഡിക്കട തുറന്നിട്ട് പിന്നെ ലോനപ്പ വന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ ആള് നോർമലാണ്. ആ പിന്നെ സാറേ, ബാലേന്ദ്ര സാറിന്റെ സ്ഥലം ഇളക്കുന്ന കാര്യമേ ഞാൻ കൃത്യം 5:08 അവിടെ എത്തുമെന്ന് പറഞ്ഞേക്കൂ. ഓ ശരി സാറേ. ഓ ശരി. ഇത്ര പെട്ടെന്ന് ഡ്രസ് മാറിയോ? കാപ്പി കുടിക്കണ്ടേ? ഡ്രസ് മാറിയിട്ട് കാപ്പി കുടിക്കാൻ പാടില്ല എന്ന് നിയമമല്ലുണ്ടോ? ഉണ്ടോ? അടുത്ത വഴക്കിനുള്ള പരിപാടി തുടങ്ങി. ദാ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു പോരെ. നാട്ടുകാർ മുഴുവൻ ശത്രുക്കളാക്കി. ഇനി എന്നെ കൂടെ പണക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചായ ഉണ്ടാക്കി തരാൻ പോലെ ആരും ഉണ്ടാവില്ല. ആ, ഞാൻ ഒരു നാട്ടുകാരനെ മണക്കിട്ടില്ല.
അങ്ങനെ ആരെങ്കിലും പിണക്കെങ്കിൽ തന്നെ അവർക്ക് വൈകാതെ നല്ല ബുദ്ധി തോന്നിക്കോളും. എന്നാലും മോഹനേട്ടന് നല്ല ബുദ്ധി തോന്നൂലല്ലേ? അതാരും നോക്ക്, എനിക്ക് പെട്ടെന്ന് ഒരു ഫോൺ ചെയ്യാൻ തോന്നുന്നു. ഓ ലോനപ്പൻ ഹലോ, ഞാൻ പിന്നെ വിളിക്കാം. എന്താ അതെ, ആ ലോനപ്പൻ വന്നിരിക്കുന്നു. ലോനപ്പനോ? ഏത് ലോനപ്പൻ? അയ്യോ, ആ ചീത്ത വിളിച്ച ലോനപ്പല്ലേ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി ചീത്ത വിളിക്കായിരിക്കും. ഇനി എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. നീ ഒന്ന് ലോനപ്പനോട് വന്നത് എന്തിനാണ് എന്ന് ചോദിക്ക്. എന്നെ കൂടി ചീത്ത വിളിച്ചാലോ? നീ ചെല്ലേ. കെ മോഹനകൃഷ്ണൻ സാർ ആരാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലാവും. നമസ്കാരം. എന്താ ലോനപ്പ രാവിലെ? മോഹനകൃഷ്ണൻ സാറല്ലേ? ഉണ്ടെങ്കിൽ എനിക്ക് സാറിനൊന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? എന്റെ വക്കീലെ, എനിക്ക് ഇന്നലെ ഒരു അബദ്ധം പറ്റി. ഞാൻ സാറിനോട് ഇന്നലെ വളരെ മോശമായി സംസാരിച്ചു. കുടിച്ച കള്ള് തലയ്ക്ക് പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സാറ് വന്ന് എന്നെ കണ്ടത്. ഇങ്ങനെ മദ്യപിച്ച് ജീവിതം നശിപ്പിക്കരുതേ എന്ന് സാറ് വളരെ സ്നേഹത്തോടെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ തിരിച്ച് ചീത്ത പറഞ്ഞു. മോഹനകൃഷ്ണ സാറിനെ പോലെ ഒരു മഹാനായ മനുഷ്യൻ എന്നെ ഉപദേശിക്കാൻ വന്നപ്പോ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലാതായി പോയി വക്കീലെ. കള്ള് തലയ്ക്ക് പിടിച്ചപ്പോ ഞാനൊരു സംസ്കാരമില്ലാത്തവനായി പോയി. എനിക്ക് മോഹനകൃഷ്ണ സാറിന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം. സാറിനെ പോലെ ഒരാളോട് ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. നേരം വെളുത്തപ്പോ കുടിച്ച കള്ളിന്റെ കെട്ടുവിട്ടപ്പോഴാണ് ഞാൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. കുറ്റബോധം കാരണം എനിക്ക് ശ്വാസം മുട്ടിപ്പോയി വക്കീലെ. സാറിന് വേണമെങ്കിൽ എന്നെ വഴിവെക്കി വിട്ടിട്ട് സാറിന്റെ പാട്ടിന് പോകാമായിരുന്നു. ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും ആ രീതിയിലാണ് എന്നോട് പെരുമാറുന്നത്. പക്ഷേ മോഹനകൃഷ്ണ സാർ മാത്രം എന്നെ വഴിയിൽ ഉപേക്ഷിച്ചു പോയില്ല. സ്നേഹപൂർവ്വം ഉപദേശിച്ചു. എന്നിട്ടും ഞാൻ ആ നല്ല മനുഷ്യനെ ചീത്ത വിളിച്ചല്ലോ. ഓർക്കുമ്പോ എന്റെ ചങ്ക് പൊട്ടുകയാണോ. സാറിനോട് എനിക്ക് മാപ്പ് പറഞ്ഞ വക്കീലെ. മാപ്പ് പറയൊന്നും വേണ്ട. ഇനി ഇങ്ങനെ കുടിച്ച് വഷളായി നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാതിരുന്നാ മതി. ഇല്ല വക്കീലെ, ഇന്ന് രാവിലെ ഞാനൊരു പ്രതിജ്ഞ എടുത്തു. ഇനി ഈ ജന്മം ഞാൻ കുടിക്കില്ല. സത്യ വക്കീലെ. ഇത്രയും കാലം എന്നെ ഉപദേശിക്കാനും നേർവഴി നടത്താനും ഒരാളും ഇല്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ഇപ്പോ മോഹനകൃഷ്ണ സാറിനെ പോലുള്ള ഒരാൾ സ്വന്തം അനിയനെ പോലെ എന്നെ ഉപദേശിക്കാൻ വരുമ്പോ ആ വാക്കേട്ട് കൊടി നിർത്തിയില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാണോ? ഞാൻ കൊടി നിർത്തി വക്കീലെ. നല്ലത്. കുടിക്കാണ്ടിരുന്ന അവർക്ക് തന്നെ കൊള്ളാം. അങ്ങനെ പറഞ്ഞാ പോരാ വക്കീലെ. വക്കീല് സാറിനൊന്ന് വിളിക്ക്. എനിക്ക് ആ കാലി കെട്ടിപ്പിടിച്ച് മാപ്പ് പറയണം. എന്നാലേ എനിക്ക് മനസ്സമാധാനം വരും. നിക്ക്, ഞാൻ മോഹനേട്ടനെ വിളിക്കാം. മോഹനേട്ടൻ ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല കേട്ടോ. മനസ്സിലായില്ലല്ലോ. മോഹനേട്ടൻ ഒരു സംഭവം തന്നെയാണ്. ലോനപ്പം വന്നത് മോഹനേട്ടടുത്ത് മാപ്പ് പറയാനാ. സത്യമായിട്ടും ചെയ്ത് തെറ്റായി പോയെന്ന് ലോനപ്പൻ ഇപ്പഴാ മനസ്സിലായെന്ന്. മോഹനേട്ടൻ നേരി കണ്ട് മാപ്പ് പറഞ്ഞിട്ടേ പോന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിക്കായിപ്പോ. എന്നോട് മാപ്പ് പറഞ്ഞ കാല് പിടിച്ചാണ്. ഇനി എന്തിനാ ഞാൻ പറഞ്ഞേ? മോഹനേട്ടൻ ചെന്നാ മതി. പിന്നെ ആ ലോനപ്പം കുടി നിർത്തിയെന്ന് ലോനപ്പം പറഞ്ഞു. ഇനി അയാൾ ഈ ജന്മത്ത് കുടിക്കൂലെന്ന്. മോഹനേട്ടൻ എന്തായാലും ഒരു ഭയങ്കരം തന്നെ കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതെ, ഇതുവരെ ഞാൻ മോഹനേട്ടനെ കളിയാക്കി പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു. മോഹനൻ സാറിന്റെ അടുത്താണ് അവളുടെ കളി. പോയി മാപ്പിങ്ങി മേടിച്ചോളാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. വക്കീല് ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു സാറ്. ഒക്കെ ഉത്തമം പറഞ്ഞതാ. അതുപോലെ ഞാൻ അഭിനയിച്ച് കാണിച്ചു. ഞാൻ ആരാ മോൻ.
ഇന്നലെ ലോനപ്പനോട് ഒരുപാട് മോശമായിട്ട് പെരുമാറി. അതൊക്കെ ബോധമില്ലാച്ചതാണെന്ന് ഉത്തമനോട് പറഞ്ഞുകൊണ്ട് ഞാനതങ്ങ് വിട്ടു. പിന്നെ ഇന്നിപ്പോ ഇവിടെ വരെ വന്ന് ഉത്തമൻ പറഞ്ഞ പോലെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇന്നലത്തെ സംഭവം ഞാൻ അങ്ങ് വിട്ടു. ലോനപ്പൻ പൊയ്ക്കോളൂ. സാറ് എന്താ? അത് രാവിലെ 10 മണിക്ക് ബ്രാൻഡി കട തുറക്കുവേ. ഒരു പൈന്റ് മേടിക്കാനുള്ള കാശ് സാറ് തന്നിരുന്നെങ്കിൽ. സാറിന് വേണ്ടിയല്ലേ ഞാൻ ഇവിടെ ഒന്ന് ഇത്തിരി അഭിനയിച്ചത്. അപ്പൊ സാറല്ലാതെ വേറെ ആരാ എനിക്ക് ബ്രാൻഡി വാങ്ങി തരിക? ഞാനൊരു ഗാന്ധിയനാണ് എന്ന് ലോനപ്പൻ അറിയാമോ? അതുകൊണ്ട് ഗാന്ധിയന്മാർ മദ്യപിക്കുകയോ മദ്യം വാങ്ങി കൊടുക്കുകയോ ചെയ്യാറില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് വരെ മദ്യത്തിനായി 10 പൈസ ചെലവാക്കിയിട്ടില്ല. അങ്ങനെയുള്ള എന്നോടാണോ ലോനപ്പൻ ബ്രാൻഡിയുള്ള പൈസ ചോദിക്കുന്നത്? ചുമ്മാതെ ഒന്നുമല്ലല്ലോ, നല്ല 1-ാം ക്ലാസ് ആയിട്ട് അഭിനയിച്ചിട്ടല്ലേ. ഞാൻ വന്ന് അഭിനയിച്ചതുകൊണ്ട് സാറിന് അഭിമാനമായില്ലേ? അതിനുള്ള കൂലി ഞാൻ ചോദിക്കുന്നേ. കാശെടുക്ക് സാറേ. നടന്നേ പറ്റൂ. പണിയെടുത്തിട്ടുണ്ടെങ്കിൽ കൂലിയും കിട്ടണം. രാവിലെ എന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിച്ച് പണിയെടുത്തത് സ്വർഗത്തിൽ പോകാനല്ലോ. ഒരു പൈന്റ് വാങ്ങാനുള്ള കാശല്ലേ ചോദിച്ചത്? കാശെടുക്ക് സാറേ, ഇല്ലെങ്കിൽ ലോനപ്പൻ തന്നെ സ്വഭാവം സാർ മനസ്സിലാവും. ഞാൻ പറയുന്നത് കേൾക്കട്ടെ. സാറൊരു ഭൂലോക പിശകനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എന്റെ അടുത്ത് നടക്കില്ല. എനിക്ക് കാശ് വേണമെന്ന് പറഞ്ഞാൽ വേണം. ഇത് ഇന്നലെ തന്നെ പിന്നത്തെ ആയല്ലോ. സാറൊരു പുല്ലും പറയണ്ട. കാശ് എടുക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ കാശ് എന്തെങ്കിലും ലോനപ്പൻ എന്ത് ചെയ്യും? അല്ല മാമേ, ഞാനും ലോനപ്പനും കൂടി തർക്കത്തെ കുറിച്ചുള്ള ഒരു ഉപദേശം നടത്തുകയായിരുന്നു. അല്ല വക്കീലെ, രാവിലെ ഈ സാറ് പറഞ്ഞു വിട്ടിട്ടാ ഉത്തമൻ എന്നെ വന്ന് കണ്ട് ഇവിടെ വന്ന് വക്കീലിന്റെ മുന്നിൽ അഭിനയിക്കാൻ പറഞ്ഞത്. ഞാൻ വന്നു മെനക്കിട്ടു. അപ്പൊ പിന്നെ എനിക്ക് എന്റെ കാശ് കിട്ടിയേ പറ്റൂ. ഓ ലോനപ്പാ, സ്ഥലം വിടാൻ നോക്ക്. പേടിപ്പിക്കുന്നോ? ഞാൻ കാര്യം അറിയുന്നു പേടിച്ചിട്ടാണല്ലോ മോഹനേട്ടൻ ഇതുവരെയായിട്ടൊന്നും മിണ്ടാതിരുന്നത്. ഇപ്പോ ഞാൻ കാര്യം പറഞ്ഞു. ഇനി ലോനപ്പൻ എന്താ ചെയ്യാനുള്ളത്? ലോനപ്പ സ്ഥലം വിടുന്നോ അതോ ഞാൻ ഇനി പോലീസിനെ വിളിക്കണോ? കൊള്ളാം. ഇപ്പൊ നിങ്ങൾ കെട്ടിയോനും ഒറ്റക്കെട്ടായി. ഇതാ പറയുന്നത്, കള്ളു കുടിക്കാതെ നിങ്ങളെയൊക്കെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. വാക്കിന് വ്യവസ്ഥ വേണമെങ്കിൽ കള്ളു കുടിക്കണം. ഞാൻ ഇറങ്ങുന്നു. ഇനി സാർ എന്നെ ഉപദേശിക്കാൻ പറയുമല്ലോ, അപ്പൊ ശരിയാക്കി തരാം. കേട്ടോ സാറേ? നിൽക്കവിടെ. ഇവിടെ വരൂ. എങ്ങോട്ടാ ധൃതി പിടിച്ചു പോണേ? ആരുടെയായിരുന്നു ബുദ്ധി? ഉത്തമന്റെയോ മോഹനേട്ടന്റെയോ? പറഞ്ഞൊക്കെ ഞാൻ ഒന്നും അറിഞ്ഞതേ ഇല്ല. ഉത്തമനെ അമ്മച്ചിട്ടുണ്ട്. ഈ കള്ളുടി മരൊക്കെ ലോനപ്പനെ പോലെയാ, വിശ്വസിക്കാൻ പറ്റില്ല ആരെയും. അതുകൊണ്ട് ഞാൻ കള്ളുടിക്കാത്ത. നീ ഇങ്ങനെ നോക്കുന്നത്? എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. ഒരബദ്ധമൊക്കെ പറ്റാം. പക്ഷെ അബദ്ധം 1000 ആവുമ്പോഴോ? 1000 ഒന്നും ആയില്ല. അബദ്ധങ്ങൾ 1000 ആയോ എന്ന് ചോദിച്ചാൽ കൃത്യമായി ഉത്തരം പറയാൻ പാടാണ്. എങ്കിലും ഏതാണ്ട് അതിനടുത്തൊക്കെ ആയി എന്ന് പറയാതിരിക്കാനും വയ്യ. ഭാര്യയോടുള്ള വാശി തലയ്ക്ക് പിടിച്ചപ്പോൾ പിന്നെയും ഒരിക്കൽ കൂടി അബദ്ധത്തിൽ വീണ വില്ലേജ് ഓഫീസർക്ക് നല്ല ബുദ്ധി നേർന്ന് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം.